ഗുഡ് മോർണിംഗ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അച്ഛനും അമ്മയൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ബിസി ആട്ടോ. ഇത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, വേദ ചീമയ്ക്ക് വെഡ്ഡിങ് കാർഡ് ഉണ്ടാക്കുന്നുണ്ടെന്ന്. ആ കാർഡാട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് അവളുടെ തന്നെ ഇഷ്ടത്തിന് അവൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയൊരു കാർഡാട്ടോ. അപ്പോൾ അതെനിക്ക് ഭയങ്കര സംഭവമായിട്ട് തോന്നി. ഇത് വലിയൊരു സംഭവമൊന്നുമല്ല, പക്ഷെ അവൾ സ്വന്തമായിട്ട് അവളുടെ രീതിയിൽ അത് ഉണ്ടാക്കുന്നത് കണ്ടപ്പോൾ എനിക്കതൊരു സ്വന്തമായിട്ട് അവൾക്കുള്ള മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ എഴുതി നല്ല ഭംഗിയൊക്കെ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി കേട്ടോ. അപ്പോൾ ആ കാർഡ് ഞാൻ ജസ്റ്റ് നിങ്ങളെ വന്ന് കാണിച്ചതാണ്. ഭയങ്കരമായിട്ട് എനിക്ക് സന്തോഷം തോന്നി. തനിയെ കൊണ്ടുവച്ച് കട്ട് ചെയ്ത് അവളെ കൊണ്ട് പറ്റുന്നുണ്ടായിരുന്നില്ല കട്ട് ചെയ്തെടുക്കാനൊന്ന്. എന്നോട് കട്ട് ചെയ്ത് തരാൻ പറഞ്ഞു. ഞാൻ കുറച്ച് ബിസി ആയതുകൊണ്ട് പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പിണങ്ങി പോരുന്ന് തനിയെ കട്ട് ചെയ്ത് എന്തൊക്കെയോ അത് ചെയ്ത് നല്ല ഭംഗിക്ക് അവളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവളത് ചെയ്ത് കേട്ടോ. ഇപ്പോൾ സ്കൂളിൽ ആക്ടിവിറ്റീസ് ആയ പോലും കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ഞാനാണ്. ഇപ്പോൾ ഒട്ടും എൻ്റെ ഹെൽപ്പില്ലാതെ ഇത് ചെയ്തപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. ഇനിയിപ്പോൾ സ്കൂളിലെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ അവൾ സ്വന്തമായിട്ട് തന്നെ എൻ്റെ ഒട്ടും ഹെൽപ്പ് ആവശ്യമില്ലാണ്ട് ചെയ്യുമെന്നുള്ളൊരു വിശ്വാസം ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി കേട്ടോ. പുറത്ത് കുട്ടികളെല്ലാം ഭയങ്കര കളിയാണ്. ഞാൻ ഇപ്പോഴാണൊന്ന് ഫ്രീ ആയത് കേട്ടോ. അപ്പോൾ എനിക്ക് ഫ്രീ ആവുന്ന സമയത്തല്ലേ എനിക്ക് ഡബ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ എടുത്തത്. അപ്പോൾ കുട്ടികളെല്ലാം പുറത്ത് ഭയങ്കര കളിയും സൈക്കിൾ ബെല്ലടിയും അങ്ങനെ ഭയങ്കര ബഹളം കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എന്തോ എഡിറ്റ് ചെയ്തുകൊണ്ട് ഇതിപ്പോൾ ചീമയ്ക്ക് ഗിഫ്റ്റ് വാങ്ങിക്കുന്ന കാര്യമൊക്കെ അവൾ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് 2-3 ദിവസം മുന്നേ എടുത്ത വീഡിയോ കേട്ടോ. അതിപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ കൂട്ടത്തിട്ടു എന്നേ ഉള്ളൂ. അത് കഴിഞ്ഞ് ശരിക്കും ഇന്നലത്തെ വീഡിയോ ആണിത്. ഇന്നലെ രാവിലെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുകയാണ്. പൂരിയും മസാലക്കറിയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. വേദയ്ക്ക് സ്കൂളുണ്ടായിരുന്നു. അപ്പോൾ വേദ സ്കൂളിൽ വിടുന്ന ധൃതിയിൽ വേദയ്ക്ക് ഫസ്റ്റ് 2 പൂരി ഉണ്ടാക്കി മസാലക്കറിയൊക്കെ ഉണ്ടാക്കി അവളെ വിട്ട ശേഷമാണ് നമ്മൾ ബാക്കി നമുക്ക് വേണ്ടിയിട്ടുള്ള പൂരിയും മസാലക്കറിയെല്ലാം ഉണ്ടാക്കിയത്. ഇന്ന് ലഞ്ചൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, നമുക്കൊരു എൻഗേജ്മെൻ്റ് ഉണ്ട്. അപ്പം അവിടെ നിന്ന് സദ്യ കഴിക്കലാണ് ഇന്നത്തെ പരിപാടി. അതുകൊണ്ട് ലഞ്ചൊന്നുമില്ല. ഇന്ന് ഫുൾ ഫ്രീ ആണ് കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ തിരക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇന്ന് പൂരി ഉണ്ടാക്കാമെന്ന് കരുതിയത്. അധികം വേറെ ജോലിയൊന്നുമില്ല. പിന്നെ വേദയ്ക്ക് ഞാൻ ഇന്നലത്തെ പൊറോട്ടയും ചിക്കനും ഉണ്ടായിരുന്നു. അതാണ് വേദയ്ക്ക് സ്കൂളിൽ കൊടുത്തു വിട്ടത് കേട്ടോ. അതുകൊണ്ട് ലഞ്ചൊന്നും കൊടുത്തു വിടാത്തത് കൊണ്ട് രാവിലെ സാവകാശമുള്ളത് കൊണ്ടും പൂരിയും മസാല ഉണ്ടാക്കാമെന്ന് കരുതി. എല്ലാവർക്കും അത്യാവശ്യം ഇഷ്ടമുള്ളൊരു സാധനമാണ് പൂരിയും മസാലക്കറി. പൂരി കുറച്ച് അൺഹെൽത്തി ആണെങ്കിലും അത്യാവശ്യം ടേസ്റ്റുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ് പൂരി. എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. വേദയ്ക്കും അത്യാവശ്യം ഇഷ്ടമാണ്. എല്ലാവർക്കും അത്യാവശ്യം നല്ല ഇഷ്ടമുള്ള കാര്യമാണ്. ഞാനിതിപ്പോൾ ആശീർവാദിൻ്റെ മാവിലായിട്ട് ഉണ്ടാക്കിയതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച ശേഷം വീട് ക്ലീനിങ് എല്ലാം കഴിഞ്ഞ ശേഷം 12 മണിക്കാണ് എൻഗേജ്മെൻറ്റ്. അപ്പോൾ ഒരു 11 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഇറങ്ങി കേട്ടോ. ഞാൻ കുളിച്ച് റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ മുടിയൊക്കെ ഒന്ന് ഡ്രയർ ചെയ്തു. കുറച്ചുകൂടെയൊക്കെ ഉണങ്ങാനായിട്ടുണ്ട്. പിന്നെ ഡ്രയർ ചെയ്യാനുള്ള സമയമില്ലാത്തത് കൊണ്ട് അങ്ങനെ അങ്ങ് വിട്ടു കേട്ടോ. എന്നിട്ട് ഞാൻ റെഡി ആവാനായിട്ട് പോവുകയാണ്. അപ്പോൾ അമ്മയും അച്ഛനും എല്ലാവരും കുളിച്ച് റെഡിയായി, ഏട്ടനൊക്കെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും അങ്ങനെ എൻ്റെ ചെറിയൊരു മേക്കപ്പ്, അത്യാവശ്യം ലിപ്സ്റ്റിക്കും കണ്ണൊക്കെ എഴുതി ഒരു പൊട്ടൊക്കെ തൊട്ടു. അത്ര തന്നെ എൻ്റെ മേക്കപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അമ്മ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ഈ കോപ്രായം കുത്തുന്നതൊക്കെ. എന്നിട്ട് പറഞ്ഞു, ഏട്ടൻ പറഞ്ഞു എന്തോന്ന് ചുണ്ടിൽ വാരി തേച്ച് വെച്ചേക്കണേന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു കുഴപ്പമില്ലാന്ന് പറഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു ലേശം കൂടിപ്പോയല്ലോ തോന്നുന്നു എന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ പറഞ്ഞു അത് അങ്ങ് എത്തുമ്പോഴേക്കും മാറും, ലിപ്സ്റ്റിക്ക് കുറച്ചങ്ങ് കുറയുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് ഏട്ടൻ്റെ ലുക്കെന്ന് പറയുന്നത്. ഇതാണ് കേട്ടോ എൻ്റെ ലുക്ക്. കംപ്ലീറ്റ് ലുക്കെന്ന് പറയുന്നത് ഇതാണ്. ഇത് ഞാൻ മിന്ത്രയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ്. 700 റുപ്പീസാണ് ഇതിൻ്റെ വില. ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിരിക്കാം. ആവശ്യമുണ്ടെങ്കിൽ ആ കുർത്തിയും ആ പാൻസും കൂടെ ഒരുമിച്ച് കിട്ടിയതാട്ടോ. ആവശ്യമുണ്ടെങ്കിൽ അത് വാങ്ങാം കേട്ടോ. മിന്ത്രയിൽ നിന്ന് വാങ്ങിയതാണ്. ലിങ്ക് കൊടുത്തേക്കാം. അങ്ങനെ ഞങ്ങളൊരു 11:15-11:30 ആയപ്പോൾ 11:30 മുന്നേ ഞങ്ങൾ അവിടെ മണ്ഡപത്തിലെത്തി. ഇതാണ് നമ്മുടെ ചെക്കൻ കേട്ടോ. ചേട്ടൻ്റെ മോനാണ്. ചേട്ടൻ്റെ മോൻ്റെ മോളാണ്. പച്ച സാരി കേട്ടോ. ദീപ ചേച്ചിയൊക്കെ ഉണ്ട്, ഗീത ചേച്ചിയുണ്ട്, എല്ലാവരും ഉണ്ട്. പ്രകാശേട്ടൻ്റെ ചേട്ടന് നമ്മളെ ക്യാമറയിലൊന്നും വരുന്ന ഇഷ്ടമല്ല, അതുകൊണ്ട് ചേട്ടന് ഞാൻ എടുത്തിട്ടില്ല. ഇതാണ് ചേട്ടൻ്റെ വൈഫ്. ഇതാണ് കേട്ടോ. അതായത് ചെക്കൻ്റെ അമ്മ, ചെക്കൻ്റെ സഹോദരി, ചെക്കൻ 3 പേരെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ചെക്കൻ്റെ അച്ഛന് താല്പര്യമില്ല. അപ്പോൾ താല്പര്യമില്ലാത്തവർ നമ്മൾ വീഡിയോയിൽ എടുക്കുന്നത് ശരിയല്ലല്ലോ. ഇതൊക്കെ ദീപ ചേച്ചിയുടെയൊക്കെ നെയ്ബേഴ്സും ഫ്രണ്ടും ഒക്കെയാണ്. സായി ചേട്ടനും ഫാമിലിയാണ്. സായി ചേട്ടനും ചേട്ടൻ്റെ വൈഫ് ശുഭയും അവരൊക്കെ നമുക്ക് നേരത്തെ അറിയാം കേട്ടോ. അപ്പോൾ കുറേ സമയം ഇരുന്ന ശേഷം ഞാൻ പറഞ്ഞില്ലേ 12 മണിക്കെന്ന് പറയുകയാണ് പോയത്. 12:15 കഴിഞ്ഞിട്ടായിരുന്നു കേട്ടോ മുഹൂർത്തം. അതിനുള്ള സമയമൊക്കെ ആയി. ജാതകമെല്ലാം കൈമാറുകയാണ്. അതിനുശേഷമായിരുന്നു എൻഗേജ്മെൻറ്റ്. കല്യാണം ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല. മോന് മിലിറ്ററിയിലല്ലല്ലോ, നേവിയിലെന്തോ വർക്ക് ചെയ്യാം കേട്ടോ. അപ്പം അവന് ലീവും കാര്യങ്ങളൊക്കെ അനുസരിച്ച് അതൊക്കെ നോക്കിയിട്ടായിരിക്കും കല്യാണം ഫിക്സ് ചെയ്യുന്നത്. ഇപ്പോൾ എന്തായാലും തൽക്കാലം കല്യാണം ഫിക്സ് ചെയ്തിട്ടില്ല. ജാതകം എല്ലാം കൈമാറുകയാണ്.
ഈ സൈഡിലിരിക്കുന്ന കേട്ടോ പ്രകാശൻ്റെ ചേട്ടൻ, ബാലചന്ദ്രൻ എന്നാണ് ചേട്ടൻ്റെ പേര്. ആ ചേട്ടൻ ഈ സൈഡിൽ ഇരിക്കുന്നതാണ്. ഇതാണ് നമ്മുടെ കല്യാണ പെണ്ണല്ല, ഇന്നത്തെ പെണ്ണ്, കല്യാണം ആയില്ലല്ലോ, എൻഗേജ്മെൻറ്റ്, ചെക്കൻ്റെ പെണ്ണ് ഈ കുട്ടിയാണ്. ജാതകം എല്ലാം കൈമാറിയ ശേഷം അടുത്ത പരിപാടി എന്ന് പറയുന്നത് റിംഗ് എക്സ്ചേഞ്ച് ആണ്. പിന്നെ ഓരോ നാട്ടിലും ഓരോ രീതികളായിരിക്കും കേട്ടോ. ഇത് ട്രിവാൻഡ്രത്തെ ഒരു രീതി ഇങ്ങനെയാണ്. ചിലടത്ത് റിംഗ് എക്സ്ചേഞ്ച് ഉണ്ടാവില്ല. കല്യാണം അടുത്താണെങ്കിൽ ചിലപ്പോൾ കല്യാണ സമയമായിരിക്കും റിംഗ് എക്സ്ചേഞ്ച് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ ഓരോ നാട്ടിലും ഓരോ രീതികളായിരിക്കും ജാതകം കൈമാറലൊക്കെ. നമ്മുടെ ഇവിടെ ഇങ്ങനെയാണ്, ഈ ഒരു രീതിയിലാണ് പോകുന്നത്. അതെല്ലാം കഴിഞ്ഞ ശേഷം നേരെ ഫുഡടി, സദ്യയാണ്. നല്ല ഒരു അത്യാവശ്യം നല്ലൊരു സദ്യ ആയിരുന്നു കേട്ടോ. അങ്ങനെ സദ്യയ്ക്ക് വേണ്ടി ഇവിടെ വന്ന് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഞങ്ങൾക്ക് സദ്യ കഴിച്ച ഉടനെ പോകണം. കാരണം വേദ 2:30 വിടും കേട്ടോ. അതിന് മുന്നേ ഞങ്ങൾക്ക് വേദ സ്കൂളിൽ എത്തണം. ഈ സമയം എൻഗേജ്മെൻറ്റ് സമയം എന്ന് പറയുന്നത് 12:30 അല്ലായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഇതിന് തന്നെ നമ്മൾ കഴിക്കാനായിട്ടിരുന്നു. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ, നല്ല തിരക്കുണ്ടായിരുന്നു. എങ്കിലും ഞങ്ങൾ ആദ്യം കയറാൻ പറ്റി. അങ്ങനെ സദ്യയെല്ലാം പരിപ്പും സാമ്പാറും 3 കൂട്ടം പായസം ഉണ്ടായിരുന്നു കേട്ടോ. അടയും കടലയും നമ്മുടെ സേമിയയും ബോളിയൊക്കെ കൂട്ടി കഴിച്ചായിരുന്നേ. അപ്പോൾ സദ്യയൊക്കെ കഴിക്കുമ്പോൾ അതൊക്കെ അങ്ങോട്ട് ആസ്വദിച്ച് തന്നെ കഴിക്കണ്ടേ. അതുകൊണ്ട് ജസ്റ്റ് പരിപ്പും പപ്പടവും ചോറും ഒക്കെ കൂട്ടി ഉരുട്ടി കഴിക്കുന്ന ഒരു ഇതെടുത്ത ശേഷം ഞാനങ്ങ് വീഡിയോ കട്ട് ചെയ്തിട്ട് നല്ല ആസ്വദിച്ച് കഴിച്ചു കേട്ടോ. സദ്യയ്ക്ക് സത്യമായിട്ടും നമ്മുടെ ട്രിവാൻഡ്രം പോയിട്ടുള്ള വേറെ ഏത് സ്ഥലവും, അത് ഞാനൊരു ട്രിവാൻഡ്രംകാരി ആയതുകൊണ്ടാവും, എനിക്ക് ട്രിവാൻഡ്രത്തെ സദ്യയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. എന്നിട്ട് ഫുഡെല്ലാം കഴിച്ച് ഞങ്ങൾ ഓടിപ്പിടച്ച് വന്നു. വേദയെ വിളിക്കാനുള്ള സമയമായി വരുന്നത് കൊണ്ട് വന്നിട്ട് ഏട്ടൻ തന്നെ വേദയെ വിളിക്കാനായിട്ട് പോയിട്ടോ. ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് കുറച്ച് സമയം കൂടെ ഉണ്ടായിരുന്നു വേദയെ വിളിക്കാനായിട്ട്. എന്നിട്ട് വേദ അപ്പം തന്നെ വിളിക്കാനായിട്ട് പോയി. ഞാൻ ഡ്രസ്സെല്ലാം മാറി വന്ന് ഷോ ഓഫ് കാണിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് വന്ന ശേഷം വേദയും കൂട്ടി ഞാൻ വൈകുന്നേരം അടുത്ത് ചായ കുടിക്കാനുള്ള പരിപാടിയാണല്ലോ. ചായ അമ്മയും കൂട്ടി പുറത്ത് പോയി കുടിക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നപ്പോൾ അച്ഛനൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ് വന്നു കേട്ടോ. പിന്നെ കരുതി എല്ലാവർക്കും കൂടെ ചായ ഇടാം, കടി പുറത്തുനിന്ന് വാങ്ങാൻ കരുതി ആദ്യം ഒരു സ്നാക്സൊക്കെ കിട്ടുന്നിടത്ത് പോയപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഈ ഒരു കട, അവിടെ ഉഴുന്നിവിടെ ചൂടോടെ ഇട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കരുതി അമ്മയ്ക്ക് ഉഴുന്നിവിടെ എത്ര കഴിച്ചാലും മതിയാവില്ല. അപ്പോൾ ഉഴുന്നിവിടെ ചൂടോടെ ഇടുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഉഴുന്നിവിടെ വാങ്ങാൻ കരുതി അപ്പുറത്തെ കടയിൽ നിന്ന് ഇപ്പുറത്തെ കടയിലേക്ക് ചാടി കേട്ടോ. എന്നിട്ട് ആ ഉഴുന്നിവിടെ ഇടുന്നത് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചേട്ടൻ പറഞ്ഞു ഒരു 5 മിനിറ്റ് നിന്നാൽ ഉഴുന്നിവിടെ റെഡിയാക്കി തരാം, ബാക്കി ഉള്ളിവിടെയൊക്കെ ഇപ്പം ഇട്ട് മാറ്റിയതേ ഉള്ളൂ, നിന്നാൽ ഉഴുന്നിവിടെ തരാമെന്ന് പറഞ്ഞു. പിന്നെ കരുതി അമ്മയ്ക്കൊക്കെ ഉഴുന്നുവട ഇഷ്ടമായതുകൊണ്ട് കുറച്ച് സമയം നിന്നാലും കുഴപ്പമില്ല, ഉഴുന്നുവടയും ഇട്ട് വാങ്ങിച്ചിട്ട് പോകാൻ കരുതി. പക്ഷെ പെട്ടെന്ന് തന്നെ ചേട്ടൻ പറഞ്ഞ പോലെ ഒരു 5 മിനിറ്റ് കൊണ്ട് ഉഴുന്നുവട റെഡിയാക്കി തന്നു കേട്ടോ. നല്ല ഒരു കയ്യിൽ ചേട്ടൻ്റെ ഫോണും ഒരു കയ്യിൽ ഉഴുന്നുവട ഇട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഭയങ്കര സ്പീഡിൽ കാര്യങ്ങൾ നടന്നു കേട്ടോ. അടിപൊളിയായിട്ട് ചേട്ടൻ നല്ല മുരിമുരിയായിട്ട് ഉഴുന്നുവട ഉണ്ടാക്കി. ഞാൻ പണ്ട് കഴിക്കുമായിരുന്നു, കഴിച്ചപ്പോൾ എനിക്ക് ഉഴുന്നുവട ഇഷ്ടമല്ല കേട്ടോ. അങ്ങനെ അച്ഛനും അമ്മയ്ക്കും വേദയ്ക്കും ഉഴുന്നുവട വാങ്ങി. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ അപ്പൂപ്പനും അമ്മൂമ്മയും വരുന്നു എന്ന് പറഞ്ഞൊരു ഇതിട്ടുന്നപ്പോൾ, അത് കഴിഞ്ഞ പ്രാവശ്യമല്ല, എപ്പോഴും ഞാൻ അപ്പൂപ്പനും അമ്മൂമ്മയെന്ന് പറഞ്ഞാൽ അതിന് താഴെ ഒരു കമൻറ്റ് ഉണ്ടാവും. അപ്പോൾ അത് ശ്രീകുട്ടിയിലാരാന്ന്. എൻ്റെ അച്ഛനും അമ്മയെന്നുള്ള നല്ല ബോധം എനിക്കുണ്ട് കേട്ടോ. അതിന് നിങ്ങൾ ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ല. അതെന്തിനാ അപ്പൂപ്പനും അമ്മൂമ്മയെന്ന് പറയുന്നത്, അത് ഞാനങ്ങ് പറയുമ്പോൾ പറഞ്ഞു പോകുന്നതാണ്. ആ അച്ഛനും അമ്മയ്ക്കും ഇല്ലാത്ത വിഷമം ഇവിടെ ആർക്കും വേണ്ട കേട്ടോ. എനിക്ക് എൻ്റെ ആരാന്നുള്ളതും നല്ല ബോധമുണ്ട്. അതുകൊണ്ട് അതോർത്ത് ആരും വിഷമിക്കേണ്ട കേട്ടോ. അങ്ങനെ വീട്ടിൽ വന്നു, ചായ എല്ലാം ഇട്ടു, ഞങ്ങൾ ഉഴുന്നുവട എല്ലാം കഴിച്ചു. ഞാനൊന്നും വാങ്ങിയില്ല കേട്ടോ, 3 ഉഴുന്നുവട വാങ്ങിയുള്ളൂ. അച്ഛനൊരു ഉഴുന്നുവട, അമ്മ ഒരു ഉഴുന്നുവട, വേദ ഒരു ഉഴുന്നുവട. ചായയൊക്കെ ഇട്ട് ഉഴുന്നുവടയൊക്കെ കഴിച്ച് ഒരു കുക്കിംഗ് ചാനലിട്ട് വീഡിയോസ് എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനെ കുക്കിംഗ് ചാനലിട്ട് കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. അപ്പോഴാണ് ഞാൻ ചീമയെ വിളിച്ചപ്പോൾ ചീമ അങ്ങോട്ടേക്ക് വരണം എന്ന് പറഞ്ഞു. അവളോട് അങ്ങോട്ട് വരാൻ പറഞ്ഞപ്പോൾ അവൾ മടി പിടിച്ചിരിക്കുകയാണ്. അവളെ വന്ന് വിളിച്ചുകൊണ്ട് പോയാൽ അവൾ വരാമെന്ന് പറഞ്ഞു. പിന്നെ തൊട്ടടുത്തല്ലേ അവളുടെ വീടായതുകൊണ്ട് ഞാനും വേദയും കൂടെ ചീമയുടെ അടുത്ത് പോയി. അങ്ങനെ ചീമയെ വിളിക്കാനായിട്ട് വന്നതാട്ടോ. ചീമ മടി പിടിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. അതുപോലെ ചീമയുടെ വെഡിങ് ആനിവേഴ്സറിക്ക് വിഷ് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് പറഞ്ഞു. ചീമയും സച്ചുവും ഒരുപോലെ പറഞ്ഞു കേട്ടോ, ഒരുപാട് താങ്ക്സ് പറഞ്ഞിട്ടുണ്ട് വിഷ് ചെയ്ത എല്ലാവരോടും. അപ്പോൾ ചീമ വന്നുടനെ വേദ റെഡിയാക്കിയ വെഡ്ഡിങ് കാർഡൊക്കെ എടുത്ത് കൊടുക്കുകയാണ്. അവൾ ഹെയർ ബാൻഡൊക്കെ ഇട്ട് ടൈ ചെയ്താണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. അല്ലാതെ ഗിഫ്റ്റ് റാപ്പ് ചെയ്യുന്ന സാധനമൊക്കെ ഇട്ട്, റാപ്പില്ല, ടൈ ചെയ്യുന്ന സാധനം വെച്ചൊക്കെ ടൈ ചെയ്ത് ഗിഫ്റ്റായിട്ട് കൊടുത്തത് 2 പെന്നും 2 പെൻസിലും കേട്ടോ. എന്നിട്ട് കാർഡാണ് ഒക്കെ കൊടുത്തത്. ചീമയ്ക്ക് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. എന്നോട് ചോദിച്ചു നീയാണോ ചെയ്ത് കൊടുത്തതെന്ന് വെച്ചാൽ പറഞ്ഞു ഞാനല്ല, അവൾ സ്വന്തമായിട്ട് ചെയ്തതെന്ന് പറഞ്ഞു. ചീമ വായിച്ചിട്ടൊക്കെ ഒരുപാട് സന്തോഷം തോന്നി. ചീമ സച്ചുവിനും കൊണ്ട് കാണിച്ചു കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അത് റീഡ് ചെയ്യുക കേട്ടോ. ഭയങ്കരമായിട്ട് ഹാപ്പിയായി, എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. വേദയ്ക്ക് പിന്നെ ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കാൻ പറ്റില്ല എന്നൊരു വിഷമമുണ്ട്. ഗിഫ്റ്റ് വാങ്ങാനായിട്ടുള്ള സമയം
പിന്നെ ഉണ്ടായില്ല കേട്ടോ. അച്ഛനും അമ്മയൊക്കെ വന്ന് പിന്നെ പോയി വാങ്ങാനുള്ള സമയം കിട്ടിയില്ല, അതാണ് സംഭവിച്ചത്. ഇനിയിപ്പോൾ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഇതിനൊരു പരിഹാരമായിട്ട് ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കാമെന്നാണ് ഞാനും വേദയും കണക്കാക്കുന്നത് കേട്ടോ. ചീമയും സച്ചുവും വെഡിങ് ആനിവേഴ്സറിക്ക് ഗുരുവായൂർ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പോയിട്ട് വന്ന് ചീമയ്ക്ക് ഫുഡ് പോയ്സൺ ഒക്കെ അടിച്ച് ആകെ തളർന്ന് കുളിച്ച് നിൽക്കുകയാണ്. ചീമ ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷനൊക്കെ എടുത്ത് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് ചീമയും ഞങ്ങളെല്ലാവരും കൂടെ കുറേ സമയം ഇരുന്ന് കാര്യമെല്ലാം പറഞ്ഞു. കാര്യം പറഞ്ഞ ശേഷം വേദയുടെ പോക്കറ്റ് മണി പൈസ കൊടുക്കുക എടുത്തുകൊണ്ട് വന്നിട്ട് അവളുടെ പൈസ എല്ലാം ഇരുന്ന് എണ്ണാണ്. അതിൽ 1500 രൂപ ഉണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം വേദ എനിക്ക് 100 രൂപ കടം തന്നു. അത് തിരിച്ച് വാങ്ങി കേട്ടോ, ചോദിച്ച് വാങ്ങി. അത് നല്ലൊരു ഹാബിറ്റാണ്. നമ്മൾ കൊടുക്കുന്ന പൈസ ചോദിച്ച് തിരിച്ച് വാങ്ങുന്നതിൽ ഒരു ഇതുമില്ല. അത് അവളുടെ സേവിങ്സ് അല്ലേ, അതിൽ നിന്ന് നമ്മൾ എടുക്കാൻ പാടില്ല. അത് കഴിഞ്ഞ ശേഷം വേദ പറഞ്ഞു വേദയുടെ ഡാൻസൊക്കെ കളിച്ച് കാണിച്ചു തരാം, സ്കൂളിൽ മൺഡേ പ്രോഗ്രാമാണ്. അതെ, ആ ഡാൻസൊക്കെ കളിച്ച് കാണിച്ചു കൊടുക്കുക കേട്ടോ. അമ്മൂമ്മയ്ക്കും കുഞ്ഞമ്മയ്ക്കും ഒക്കെ കളിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ എന്നെ ഇരുന്ന് ഇങ്ങനെ തുറച്ച് നോക്കും കേട്ടോ. കുറേ സ്റ്റെപ്സൊക്കെ മിസ്സിങ് ആണ്, കുറേ സ്റ്റെപ്സൊക്കെ അറിയാം. ചിലപ്പോൾ കളിക്കും, ചിലപ്പോൾ കളിക്കില്ല. അവളുടെ ഇഷ്ടം പോലെ ഇരിക്കും, കളിക്കണോ വേണ്ടേ എന്നൊക്കെ ഉള്ളത് അവൾ തീരുമാനിക്കും, വേണ്ടേ എന്നൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ നല്ല ഭംഗിക്ക് കളിക്കും, ചിലപ്പോൾ അവളുടെ തോന്നിവാസത്തിനായിരിക്കും കളിക്കുന്നത്. ഡ്രസ്സെല്ലാം ഇന്നിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കിട്ടത്തേ ഉള്ളൂ. അപ്പോൾ പ്രോഗ്രാം വന്നിട്ട് മൺഡേ ആണ്. അത് കഴിഞ്ഞ് വീണ്ടും നമ്മുടെ ഡ്രസ്സൊക്കെ എടുത്ത് കയറ്റിക്കൊണ്ട് നിൽക്കുകയാണ്. എവിടെ പോകാനാണെന്ന് ചോദിച്ചാൽ മദേഴ്സ് വെജ് പ്ലാസയിൽ പോയി ദോശ കഴിക്കാമെന്ന് കരുതി. അമ്മയും അച്ഛനും ഒക്കെ വെജിറ്റേറിയൻ ആണല്ലോ. അപ്പോൾ ഇന്നിപ്പോൾ കുക്കിങ്ങിനൊന്നും വയ്യ കേട്ടോ, ഭയങ്കര മടി പിടിച്ചു പോയി. അതുകൊണ്ട് പുറത്ത് പോയി കഴിക്കാമെന്ന് കരുതി. അപ്പോൾ അച്ഛനെ വിളിച്ചപ്പോൾ അച്ഛൻ വരുന്നില്ല, ദോശ വാങ്ങിയിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. അമ്മ സീരിയലിന് മുന്നേ അങ്ങനെ ഇരിക്കുകയാണ്. സീരിയൽ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് വരാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മുടെ ആവശ്യമല്ലേ. അങ്ങനെ നേരെ മദേഴ്സ് വെജ് പ്ലാസയിൽ പോയി അവിടെ നിന്ന് ഓരോ ദോശ കഴിക്കാമെന്ന് കരുതി പോയതാണ്. ചിലപ്പോൾ ഇവിടെ വരുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും. ഇന്നും ഭയങ്കര തിരക്കായിരിക്കുമോ ദൈവമേ എന്ന് ആലോചിച്ച് വന്നപ്പോൾ ഭാഗ്യത്തിന് തിരക്കുണ്ടായിരുന്നില്ല. വന്ന ഉടനെ നമുക്ക് സീറ്റെല്ലാം കിട്ടി. ചിലപ്പോൾ ക്യൂ നിന്ന് വേണം ഇവിടെ സീറ്റ് കിട്ടാനായിട്ട്. പക്ഷേ ഇന്നിപ്പം ഇരിക്കാനൊക്കെ സീറ്റ് കിട്ടി. വന്ന പാടെ മെനു നോക്കി ആകെ കൺഫ്യൂഷനായി. എനിക്ക് ദോശ വേണ്ടെന്ന് ഞാൻ ആദ്യമേ തീരുമാനിച്ചു കേട്ടോ. അമ്മൂമ്മയ്ക്ക് ഗീ റോസ്റ്റ്, അല്ലാണ്ട് അമ്മൂമ്മയ്ക്ക് ഒരു വക സാധനം ഇഷ്ടപ്പെടത്തില്ല കേട്ടോ. സോസിൻ്റെയൊക്കെ ടേസ്റ്റ് വന്നാൽ ഒട്ടുമേ ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ അച്ഛനൊരു ജിനി ദോശ, അച്ഛനൊക്കെ അതൊക്കെ കഴിക്കും കേട്ടോ. അമ്മയ്ക്കാണ് കുറച്ച് ബുദ്ധിമുട്ട്, ഒരുമാതിരിയുള്ള സാധനങ്ങളൊന്നും അമ്മയ്ക്ക് ഇഷ്ടപ്പെടത്തില്ല. അമ്മയ്ക്ക് സാധാരണ ഗീ റോസ്റ്റ് വാങ്ങിച്ചു. വേദ ജിനി ദോശയുടെ ആളാണല്ലോ. വേദ ജിനി ദോശ, ഏട്ടൻ ചപ്പാത്തി പറഞ്ഞു, ഞാനൊരു സ്റ്റഫ്ഡ് നാനും പറഞ്ഞു കേട്ടോ. ഇത്രയും സാധനങ്ങളാണ് ഓർഡർ ചെയ്തത്. അച്ഛന് പാഴ്സൽ പറഞ്ഞു ജിനി ദോശ. അത് വീട്ടിലെത്തുമ്പോൾ ചെറുതായിട്ട് തണുത്തൊക്കെ പോകും. ഇവിടെ ഇരുന്ന് കഴിക്കുന്ന ടേസ്റ്റ് നമ്മൾ തണുത്തിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ കിട്ടത്തില്ല. എങ്കിലും എന്തെങ്കിലും നമുക്ക് വാങ്ങിയിട്ട് പോയല്ലേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പിന്നെ അച്ഛന് ജിനി ദോശ തന്നെ വാങ്ങാമെന്ന് കരുതി. അച്ഛൻ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇഷ്ടമാണ്. പക്ഷെ അമ്മയ്ക്ക് ടേസ്റ്റ് ചെയ്യാൻ പോലും ഈ വക സാധനങ്ങൾ ഇഷ്ടമല്ല. ഗോബി മഞ്ചൂരിയൻ പോലും അമ്മയ്ക്ക് ഒരുപാട് സോസൊക്കെ കൂടിയല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയും കേട്ടോ. ഇങ്ങനെ ഗീ റോസ്റ്റ്, സാമ്പാർ, ഉഴുന്നുവട, ഇതൊക്കെയാണ് അമ്മയുടെ ഫേവറേറ്റ് കേട്ടോ. അപ്പോൾ വേദയുടെ ജിനി ദോശ വന്നു. ചപ്പാത്തി പെട്ടെന്ന് തന്നെ വന്നു കേട്ടോ. ഏട്ടൻ്റെ ചപ്പാത്തിയും വന്നു. അതിനോടൊപ്പം നമ്മളൊരു വെജ് കുറുമയും പറഞ്ഞായിരുന്നു. ചപ്പാത്തി വന്നു, ജിനി ദോശ, പ്ലെയിൻ ദോശ, ഇഷ്ടംപോലെ നമുക്ക് ധാരാളം സാമ്പാറും ചമ്മന്തിയും ടൊമാറ്റോ ചട്നിയൊക്കെ തരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ദോശയ്ക്കൊക്കെ ലാവിഷായിട്ട് നമുക്ക് കഴിക്കാം. പിന്നെ ഓരോ ജ്യൂസും പറഞ്ഞു. ഞാനൊരു പൈനാപ്പിൾ ജ്യൂസ്, വേദൊരു പൈനാപ്പിൾ ജ്യൂസ്, ഏട്ടനും അമ്മയ്ക്കും ജ്യൂസ് വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. ഇവരൊക്കെ കഴിച്ച് കഴിഞ്ഞ ശേഷമാണ് എനിക്കെൻ്റെ നാൻ കിട്ടിയത്. പിന്നെ ഞാൻ വേദയുടെ പ്ലേറ്റിൽ നിന്ന് കൈയിട്ട് വാരി കുറച്ച് നമ്മുടെ ജിനി ദോശയൊക്കെ ടേസ്റ്റ് ചെയ്തു കേട്ടോ. സംഭവം കൊള്ളായിരുന്നു ഇന്നത്തെ ജിനി ദോശ. ഞാൻ ആ സൈഡിൽ നിന്നാണ് എടുത്തത്, അതുകൊണ്ട് എനിക്ക് അധികം സോസിൻ്റെ ഒന്നും ഒരിത് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. നല്ല ടേസ്റ്റായിട്ട് തോന്നി കേട്ടോ. നല്ല ജിനി ദോശയായിരുന്നു. അപ്പോൾ ഇവരെല്ലാം കഴിച്ച് കഴിഞ്ഞ ശേഷം എനിക്ക് എൻ്റെ സ്റ്റഫ്ഡ് നാൻ വന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ഓംലെറ്റൊക്കെ കഴിക്കുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു. അകത്ത് പനീറൊക്കെ ഗ്രേറ്റ് ചെയ്ത് നിറയെ മല്ലിയിലയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കറി ഇല്ലാണ്ട് കഴിക്കാൻ കൊള്ളായിരുന്നു കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഏട്ടന് ശാലം കൊടുത്തു, അമ്മയ്ക്ക് കൊടുത്തു. അമ്മ വയറ് ഫുള്ളാണ്ട്, അമ്മയ്ക്കും കുഴപ്പമില്ല കേട്ടോ, ഇഷ്ടപ്പെട്ടു. അല്ലാതെയും സോസിൻ്റെ ഒന്നും പരിപാടികളില്ലാത്തതുകൊണ്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ദോശയൊക്കെ കഴിച്ചിട്ട് വയറ് നിറങ്ങിക്കണമെന്ന് പറഞ്ഞ് പിന്നെ അമ്മ അധികം കഴിച്ചില്ല കേട്ടോ. പക്ഷേ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു നാനായിരുന്നു. വേദയും കഴിച്ച് വയറ് ഫുള്ളായിരിക്കുന്നതുകൊണ്ട് വേദയ്ക്കും ഇഷ്ടപ്പെട്ടില്ല. ഇത് വേദയ്ക്ക് കൊടുത്ത നാനിനെ തിരിച്ച് തന്നത് കേട്ടോ. ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ച് തന്നതാണ്. പിന്നെ ഓരോ പൈനാപ്പിൾ ജ്യൂസും കുടിച്ചു. എൻ്റെ ഡയറ്റൊക്കെ പോയി മക്കളെ. 2 കിലോ കുറച്ച ഞാനാണിതേ 2-3 ദിവസം കൊണ്ട് ഞാൻ വീണ്ടും പഴയ പടിയായെന്നാണ് തോന്നുന്നത്. ഇവിടെ അമ്മയൊക്കെ നിൽക്കണോണ്ട് നിറയെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കും കേട്ടോ. അതുപോലെ ചായക്ക് കടിയും അതും ഇതൊക്കെ എല്ലാവരും കഴിക്കുന്ന കാണുമ്പോൾ നമുക്കും കഴിക്കാൻ തോന്നിയിട്ട് അങ്ങ് കഴിച്ചു പോകും കേട്ടോ. അതാണ് പറ്റുന്നത്. അവർ നിർബന്ധിക്കും, കഴിക്കും, ഒന്നെങ്കിലും കഴിക്കുമെന്ന് പറയും. ഒന്ന് കഴിക്കാൻ ഇരുന്ന് 2 ആവും 3 ആവും, അങ്ങനെയൊക്കെ അത് നീണ്ടു പോകും കേട്ടോ.
എന്നിട്ട് ഞങ്ങൾ കഴിച്ചെല്ലാം കഴിഞ്ഞിട്ട് അച്ഛൻ്റെ ജിനിദോശ അവർ മറന്നു പോയി കേട്ടോ. പിന്നെ അതിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്ന സമയം ഞാൻ അവർ ജിനിദോശ ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കുക കേട്ടോ. ഇങ്ങനെയാണ് ജിനിദോശ ഉണ്ടാക്കുന്നത്. അപ്പോഴേക്കും കുറച്ച് സമയം വെയിറ്റ് ചെയ്തപ്പോൾ നമ്മുടെ ജിനിദോശ ഏകദേശം വന്നിട്ടുണ്ട്. എന്ത് പറ്റിയെന്നറിയില്ല, ഏട്ടൻ എനിക്ക് വീഡിയോ എടുത്ത് തരികയാണ് കേട്ടോ. പക്ഷേ അത് കുറച്ച് വൈഡായിപ്പോയതുകൊണ്ട് ഒരുമാതിരി ഒരു ഭംഗിയില്ലാണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അത് ഏട്ടൻ ശ്രദ്ധിച്ചില്ലേ എന്നെനിക്കറിയില്ല, ഒരു ഭംഗിയില്ലാണ്ടിരിക്കുകയാണ്. അപ്പോൾ അച്ഛൻ്റെ ദോശ വന്നു. അങ്ങനെ ഞങ്ങൾ ദോശയെല്ലാം വാങ്ങി നേരെ വീട്ടിൽ പോയി. അച്ഛൻ വീട്ടിൽ ചെന്ന് കഴിച്ചു കേട്ടോ. ഞങ്ങൾ കഴിച്ചിട്ടൊക്കെ പോയതുകൊണ്ട് പിന്നെ വയറ് നിറഞ്ഞിരിക്കുന്നുണ്ട്. നമ്മൾ പിന്നെ വേറെ ഒന്നും കഴിക്കാനൊന്നും നിന്നില്ല. നേരെ വീട്ടിൽ പോയി. ഇവിടെ ട്രിവാൻഡ്രത്ത് ഇന്നലെ വൈകിട്ട് മുതൽ നല്ല മഴയുണ്ട് കേട്ടോ. ഇന്നൊക്കെ നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയാണ്. അച്ഛനും അമ്മയൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ബിസിയാണ്. അതുകൊണ്ട് വീഡിയോയിലെ ലെങ്ത്തൊക്കെ കുറവായിരിക്കും. മുക്കും മൂലയൊക്കെ ആയിരിക്കും ഞാൻ വീഡിയോ ആയിട്ട് ഇടുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല ബിസി ആയിരിക്കും. അവരുമായിട്ടൊക്കെ കുറച്ച് സമയം നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ട. നമ്മളെപ്പോഴും വീഡിയോ എടുത്ത് അങ്ങനെ നിന്നത് മോശമല്ലേ. അതുകൊണ്ട് ആണ് നമ്മുടെ വീഡിയോസിൻ്റെ മുക്കും മൂലയും എഡിറ്റ് ചെയ്തിടാനൊക്കെ കുറച്ച് താമസമൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം കേട്ടോ. അപ്പോൾ അതുവരേക്കും ടാറ്റാ ബൈ. എൻ്റെ ടോപ്പ് ഇഷ്ടമായെങ്കിൽ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാവേ.